ചേട്ടാ ഞങ്ങളെ കൂടെ തല്ലാൻ കൊണ്ടുപോകും. ഓ തല്ലാൻ കൊണ്ടുപോണ കേസ് ഇപ്പൊ സംസാരിച്ചു നോക്കാം. അണ്ണാ ഈ കുട്ടികളെ തല്ലാൻ കൊണ്ടുപോണ കേസ് ഉണ്ടായി. അമ്പാൻ കൂത്കോ. ഓക്കെ എടാ മോനെ, അപ്പൊ നാളെ ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ. കല്ല അശോ, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. അണ്ണന്റെ മനസ്സ് കല്ല. ഒരു ദിവസം അണ്ണന്റെ ഗുണ്ടാപ്പണിയൊക്കെ എറിഞ്ഞ് അമ്മ ഇട്ടിട്ട് പോയപ്പോ ഒട്ടും കുലുങ്ങിയില്ല. കരിങ്കല്ല് പോലെയൊന്നും, കരിങ്കല്ല് പോലെ. എനിക്കിനി ഇതൊന്നും സഹിക്കാൻ വയ്യ. എപ്പ നീ ഇതൊക്കെ നിർത്തുന്നോ അന്ന് ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ ഞാൻ പോകും. അല്ലെങ്കിൽ ഇന്നു മുതൽ നീ നിന്റെ ഗുണ്ടാപ്പണി മുഴുവൻ നിർത്തുവാണെങ്കിൽ ഞാൻ അവസാനം അണ്ണൻ റെഡ്ഡിയുടെ അടുത്ത് റിസൈൻ ചെയ്തു. സ്വന്തം സെറ്റപ്പിൽ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന അണ്ണനായി നമ്മുടെ രംഗണ്ണൻ. എന്തൊരു തള്ളണത്! നമ്മളെന്തിനാ അയാളുടെ തള്ളൊക്കെ കേൾക്കണത്? ഡേയ്, ഇഷ്ടം പോലെ കള്ളും കബാബും കിട്ടുന്നില്ലേ? അപ്പൊ കുറച്ച് തള്ളൊക്കെ സഹിക്കാം. ഡേ കള്ളു കൂച്ചാനല്ല, തിരിച്ചടിക്കാനാ. തിരിച്ചടിക്കണ്ടേ, അപ്പൊ കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. എന്നാലും എന്തോ പറയുന്നു ഒരുമാതിരി. അയാളെ വിളിക്കുന്നു. തിരിച്ചു ആ ചേട്ടാ, എടാ മോനെ, ഇളഹങ്കയുള്ള അടിയുണ്ട്. വെറുതെ ഗാഡി വിടാ, കേറിപ്പോര്. എടാ മോനെ, 9 മണിക്ക് തുടങ്ങുവേ. വരാം ചേട്ടാ, വരാം. എടാ, രാത്രി എങ്ങച്ചേട്ടാ തല്ലാൻ കൊണ്ടുപോകാന്ന്. വണ്ടി വിടുമെന്ന് ഇപ്പൊ. ഈ ബെൻസൊക്കെ കിടന്നിട്ടാണോ പിന്നെ ഈ വണ്ടി കിടന്ന് കറങ്ങുന്ന? അതൊക്കെയാണ് എന്റെ ടേസ്റ്റ്. അത് വിട്. അണ്ണൻ ഡാൻസ് കളിക്കണുണ്ടോ? ഇല്ല. പിടിച്ചേ. അല്ല, ഏതോ സ്ഥലമൊക്കെ മേടിച്ചുള്ള പൈസയൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെയാ? അന്ന് വാങ്ങിയ തരിശൂമിയില്ലേ, അവിടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്. ലക്കി മാൻ.